അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്വിക്ലി ഒരു റീക്യാപ്പ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പിൽ നമ്മളൊരു IAM യൂസറെ ക്രിയേറ്റ് ചെയ്തു. ആ യൂസറുടെ പേര് CLI admin എന്നാണ്. ദിർ ഈസ് വൺ യൂസർ വി ക്യാൻ സീ ഹിയർ. അയാളുടെ പേര് CLI admin എന്നാണ്. അയാൾക്ക് കൺസോൾ പാസ്വേഡും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കൺസോൾ സൈനിനും കാര്യങ്ങളൊന്നും ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. പക്ഷേ പുള്ളിയുടെ റോൾ അഡ്മിനിസ്ട്രേറ്റീവ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം അഡ്മിനിസ്ട്രേറ്റർ ആക്സസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൺസോൾ ആക്സസ് എന്ന് പറയുന്ന സാധനം കൊടുത്തില്ല. കാരണം നമ്മൾ ഉദ്ദേശം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CLI വെച്ചുകൊണ്ട് AWSൽ CLI വെച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ ഒരു ഇൻസ്റ്റൻസ് സ്പിൻ ചെയ്യും എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഒന്ന് ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യണം. യൂസറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആക്സസ് കീ ക്രിയേറ്റ് ചെയ്യണം. ആക്സസ് കീ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആക്സസ് കീ. നമ്മളത് ഒരു CSVയിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇനി നമ്മുടെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് യൂസിങ് CLI. ഓക്കെ, അതിന് വേണ്ട ചില സാധനങ്ങളുണ്ട്. ഒന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം എന്താണ് കമാൻഡ് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് കമാൻഡ് ആദ്യം അഗെയിൻ എങ്ങനെയാണ് AWS CLI ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് വേറൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് ഐ ക്യാൻ എക്സിക്യൂട്ട് ദിസ് കമാൻഡ്. സോ AWS EC2 റൺ ഇൻസ്റ്റൻസ് എന്നതാണ് കമാൻഡ്. അതിനുശേഷം ചില കാര്യങ്ങൾ വേണം. ഒന്ന് ഇമേജ് ID, പിന്നെ എത്ര ഇൻസ്റ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, ഇൻസ്റ്റൻസ് ടൈപ്പ് ഏതാണ്, T3 മൈക്രോ ആണോ, വാട്ട് എവർ ഇറ്റ് ഈസ്. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കീ പെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കീ പെയർ, പിന്നെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഏതാണ് വേണ്ടത്, സബ്നെറ്റ് ഏതാണ് വേണ്ടത്, ഏത് റീജിയനിലാണ് ഉള്ളത്. ഓക്കെ, പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്, വിച്ച് ഈസ് കോൾഡ് ആസ് AWS കോൺഫിഗർ. AWS കോൺഫിഗർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഇവിടെ ആക്സസ് കീ ചോദിക്കും. ഞാൻ ഓൾറെഡി എൻ്റർ ചെയ്തുകൊണ്ട് ഈ ആക്സസ് കീ തന്നെയാണോ വേണ്ടതാണ് ചോദിക്കുന്നത്. സെയിം ആക്സസ് കീ ആണ്. എൻ്റെ ആക്സസ് കീ ഐഡിയും AWS സീക്രട്ട് ആക്സസ് കീയുമാണ് ചോദിക്കുന്നത്. അത് രണ്ടും ഞാൻ ഓൾറെഡി എൻ്റർ ചെയ്തുകൊണ്ടാണ് അത് ബ്രാക്കറ്റിലിട്ടിട്ട് കൺഫേം ചെയ്യുന്നത്. സോ അത് രണ്ടും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഏത് റീജിയനാണ് നമുക്ക് വേണ്ടത്? എനിക്കിപ്പോൾ വേണ്ടത് US East 2 ആണ്. അഗെയിൻ ബ്രാക്കറ്റിലൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ആക്ച്വലി ടൈപ്പ് ഹിയർ ലൈക്ക് US East -2 എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏത് ഫോർമാറ്റിലാണ് നമുക്ക് റെസ്പോൺസ് വേണ്ടത്? നമുക്ക് JSON ഫോർമാറ്റിലാണ് വേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്, എൻ്റർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ആക്സസ് കീ വെച്ചിട്ട് നമ്മൾ ഓത്തൻറ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കമാൻഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പിൽ എവിടെ നിന്നാണ് എനിക്ക് ഈ ഇമേജ് IDയും എവിടെ നിന്നാണ് ഈ പിന്നെ കീയും എവിടെ നിന്നാണ് ഈ സെക്യൂരിറ്റി ഗ്രൂപ്പൊക്കെ കിട്ടിയെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ IDയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളൊന്ന് കൺസോളിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വ്യക്തമാവും. നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ നമ്മളൊരു ഇൻസ്റ്റൻസ് EC2 ഇൻസ്റ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചു. ഓക്കെ, നമ്മൾ EC2 ഇൻസ്റ്റൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സീ ഹിയർ ഇൻ വെൻ ഐ ഡു ലോഞ്ച് ഇൻസ്റ്റൻസ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Why is it walk me through? Okay, so ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഇൻസ്റ്റൻസ് ID ആണ്. ലെറ്റ്സ് സേ നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വെച്ചോളാം. ഉബുണ്ടു ഇൻസ്റ്റൻസിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഐ ഡോണ്ട് വാണ്ട് വാക്ക് ത്രൂ, ഐ ക്യാൻ ഡു ഇറ്റ് ബൈ മൈസെൽഫ്. ഓക്കെ, ഉബുണ്ടു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും AMI ID എന്ന് പറയുന്നത്. AMI കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, 0706 സ്റ്റാർട്ട് ചെയ്തിട്ട് C423. ഇപ്പോൾ നമ്മൾ നോക്കി ആ ഒരു ID ആണ്. ഏത് ഇൻസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഇൻസ്റ്റൻസിൻ്റെ ID ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ട് ഐ ഹാവ് യൂസ്ഡ് ആസ് എൻ ഇൻസ്റ്റൻസ് ID ഈസ് എക്സാക്ട്ലി ദാറ്റ് 0706 സ്റ്റാർട്ട് ചെയ്തു C423 സ്റ്റോപ്പ് എൻഡ് ചെയ്യുന്ന ID വിച്ച് ഈസ് ദിസ് ID. ഓക്കെ, അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഉബുണ്ടു ഇൻസ്റ്റൻസ് ആണ്. നിങ്ങൾ ഇവിടെയുള്ള ഓരോ AMIൻ്റെത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള AMI IDs നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ വിൻഡോസ് മൈക്രോസോഫ്റ്റിലേക്ക് മാറി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ AMI ID മാറി. ഓക്കെ, പക്ഷേ നമുക്ക് വേണ്ടത് ഈ ഉബുണ്ടു ആണ്. പിന്നെ നെക്സ്റ്റ് ചോദിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻസ് ടൈപ്പ് എന്താണ് വേണ്ടത്, T3 മൈക്രോ ഓർ T2 മൈക്രോ. അപ്പോൾ ഞാനിവിടെ T3 മൈക്രോ ആണ് ബൈ ഡിഫോൾട്ടായിട്ട് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ കീ പെയർ. നമ്മൾ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത ആ കീ പെയർ ആയിരുന്നു ഇത്. നമ്മളൊരു യൂസറെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു കീ പെയർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഗൈൻ വൺ ഓഫ് ദി വീഡിയോസ്, പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ കീ പെയറിൻ്റെ പേരാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ദ നെയിം, നോട്ട് ഈവൻ PEM, ജസ്റ്റ്
കീ പെയറിൻ്റെ കീ നെയിം മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ കീ നെയിം കാണണം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു വിൽ ബി സ്റ്റിൽ ഏബിൾ ടു സി. ലെറ്റ്സ് ഡു ദാറ്റ്. നമുക്കൊരു പുതിയൊരു ടാബ് എടുത്തിട്ട് നമുക്ക് കീ പെയറിൻ്റെ പേര് കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് സേ ഹിയർ AWS and I search for key pairs. ഇവിടെ ഈസി ടു ഫീച്ചറിനകത്ത് കീ പെയർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സി ദിസ് ഈസ് ദ കീ പെയർ നെയിം ഐ എം യൂസിങ്, മൈ കീ പെയർസ്. ഓക്കെ, അപ്പോൾ കീ പെയർ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തു. ഇനി എന്താണ് കൊടുക്കാനുള്ളത്? നെക്സ്റ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഐ ഡി. അപ്പോൾ ഈ ഗ്രൂപ്പ് ഐ ഡി കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം ഈ സാധനങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണം. കീ നെയിമും കറക്റ്റ് ആയിരിക്കണം, ഇൻസ്റ്റൻസ് ടൈപ്പും കറക്റ്റ് ആയിരിക്കണം, AMIയും കറക്റ്റ് ആയിരിക്കണം, സെക്യൂരിറ്റി ഗ്രൂപ്പ് ഐ ഡിയും കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഐ ഡി ഇവിടെ നിന്ന് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ അഗൈൻ ഇതാണ് നമ്മുടെ സെർച്ച്. ഇവിടെ നോക്കിയിട്ട് എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദാറ്റ്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി ഗ്രൂപ്പ് EC2 എന്ന് പറഞ്ഞ സാധനത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ you will be able to see one of the security group. Either you can use 8116 ending or 78937 ending. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 8161 എൻഡിങ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പാണ്. ആ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ SSHും കാര്യങ്ങളൊക്കെയാണുള്ളത്. ബട്ട് അഗെയിൻ വി വിൽ ഗോ ഇൻ ടു ദോസ് വി ആർ നോട്ട് ഗോയിങ് ടു ഇൻ ടു ദോസ് കൈൻഡ് ഓഫ് ഡീറ്റെയിൽസ്, ബട്ട് just understand how we will be able to launch a EC2 instance from the AWS CLI. അത് മാത്രമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ആൻഡ് ഫൈനലി വി നീഡ് ടു ഹാവ് ദ സബ്നെറ്റ് ഐ ഡി. ഏത് സബ്നെറ്റിലാണ് നമ്മളിത് കൊണ്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അഗെയിൻ ഫോർ ദാറ്റ് ഓൾവേസ് ഗോ ഹിയർ ആൻഡ് ദെൻ സെർച്ച് സബ്നെറ്റ്. VPC സബ്നെറ്റ് ഇവിടെ ഓൾറെഡി ഐ ഡി തന്നെ കാണിച്ചു തരുന്നുണ്ട്. സോ ദർ ആർ മൾട്ടിപ്പിൾ സബ്നെറ്റ്സ് ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ. പക്ഷേ ലെറ്റ്സ് സീ ഹിയർ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്നെറ്റ് ഐ ഡി VPCയിൽ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് എൻഡിങ് വിത്ത് 729 FB. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 729 FB എൻഡ് ചെയ്യുന്ന സബ്നെറ്റ് ഐ ഡിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് AWS റീജിയൻ എന്താണെന്ന് പറയുകയും വേണം. AWS റീജിയൻ എവിടെയാണ് കാണാൻ പറ്റുക? നമ്മളിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഒഹായോ എന്നാണ് പേരെങ്കിലും ഈ നെയിമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് വി ഷുഡ് ബി ഏബിൾ ടു ലോഞ്ച് ആൻ ഇൻസ്റ്റൻസ്. ഇതാണ് കമാൻഡ്. അഗൈൻ ഈ കമാൻഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാം. ബട്ട് ദിസ് ഈസ് ദ കമാൻഡ് വി നീഡ് ടു ഡു. ഓക്കെ, ആൻഡ് ദെൻ എൻ്റർ. ഇറ്റ് ഈസ് ഡൂയിങ് സംതിങ്. ഇറ്റ് ഈസ് അവിടെ പോയി കാര്യങ്ങളൊക്കെ ഇൻസ്റ്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നൗ യു സീ നമ്മൾ പറഞ്ഞത് ഡീഫോൾട്ട് ഔട്ട്പുട്ട് ഫോർമാറ്റ് നമുക്ക് എന്താ വേണ്ടത്? JSON എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് JSON രീതിയിൽ ഫോർമാറ്റ് റെസ്പോൺസ് തന്നിരിക്കും. ഇപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്, ഏത് ആർക്കിടെക്ചറാണ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതിൽ മെയിനായിട്ട് നമുക്ക് അറിയേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ ഇൻസ്റ്റൻസ് ID എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇത് എവിടെയെങ്കിലും ഇവിടെയുണ്ട് ബിഗ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമായിട്ട് ഒരു ഇൻസ്റ്റൻസ് ID എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റൻസ് ID വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇൻസ്റ്റൻസ് ടൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വരുന്നുണ്ട്. But there is some place we will be able to find the instance ID. Let's see that. IPv6 source check route interface type security source virtual capacity enclave ഇൻസ്റ്റൻസ് ID. ഈ സാധനം ഈ ഇൻസ്റ്റൻസ് ID വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്കൊരു കമാൻഡ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. ആ കമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EC2 AWS EC2 describe instance status and then instance ID. ഓക്കെ, ഇവിടെ നമ്മൾ ആ ഇൻസ്റ്റൻസ് ID കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഈ ഇൻസ്റ്റൻസ് ID വിച്ചെവർ. സോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റിക്വസ്റ്റ് CLI വഴി AWSലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കുകയാണ് ചെയ്യുന്നത്. സെയിങ് ദാറ്റ് I want to create a so and so Ubuntu instance. This is the ID of it. This is the subnet I want. This is the security group I want. Go and create it. എന്ന് പറഞ്ഞ് CLI കൊടുത്തു. CLI കൊടുത്ത സമയത്ത് അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് പല ഇൻഫർമേഷൻസും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. ലോഞ്ച് ടൈം എത്രയാണ്, പ്ലേസ്മെൻറ്റ് എവിടെയാണ്, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവൈലബിലിറ്റി സോൺ എവിടെയാണെന്നൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട് ഈ റെസ്പോൺസിനകത്ത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ അവർ തരും വിച്ച് ഈസ് കോൾഡ് ആസ് ഇൻസ്റ്റൻസ് ID. ഈ സാധനം ഈ ഇൻസ്റ്റൻസ് ID കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റൻസിൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അഗെയിൻ ഇത് JSON ഫോർമാറ്റിലാണ് ഇതിൻ്റെ റെസ്പോൺസ് കിട്ടുക. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് ദിസ് ഇൻസ്റ്റൻസ്. യു ക്യാൻ സീ ഹിയർ സ്റ്റാറ്റസ് പാസ്ഡായി, റീച്ചബിലിറ്റി പാസ്സായി. യു റിമെമ്പർ ദർ ഇസ് 3 ചെക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന
ഓൺലൈൻ കൺസോളിൽ കയറിയിട്ട് UI ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 3 out of 3 ചെക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. അതാണ് ഈ 3 ചെക്സ് ആണ് നോക്കുന്നത്. വൺ ഈസ് റീച്ചബിലിറ്റി, സിസ്റ്റം സ്റ്റാറ്റസ്, ഇൻസ്റ്റൻറ്റ് സ്റ്റാറ്റസ് ആൻഡ് അറ്റാച്ച്ഡ് സ്റ്റാറ്റസ്. അതൊക്കെ ക്ലിക്ക് ഓക്കെ 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 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, so looks like this is successful and you can see here instant state. This is more important. എത്ര core ആണ്, what is the status of it. It is actually running. Okay, so ഇങ്ങനെയാണ് ഇത്. ഇതിൻ്റെ അഗെയിൻ എവിടെയാണ് നമ്മൾ ഫൈനലി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൺ ഓഫ് ദ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ രീതിയിൽ നമുക്ക് വേണ്ട സ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്കിൽ അത്യാവശ്യമാണ്. ഒന്ന്, അഗെയിൻ ഇഫ് യു ആർ ഡിസൈഡഡ് ടു ഗോ ഇൻ ടു നെറ്റ്വർക്കിംഗ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി, ഈ ഒരു ഏരിയയിലാണ് നിങ്ങളെ ഫോക്കസ് എങ്കിൽ you have to learn few things. One is you need to learn networking for sure, that is the fundamentals. Secondly, you need to learn cloud, and third you will need to learn automation also. ഈ 3 സ്കില്ലും മാൻഡേറ്ററി ആയിട്ടുള്ള സാധനമാണ്. AI എന്ന് പറയുന്ന സാധനം എല്ലാ സ്ഥലത്തും വേണ്ടതാണ്. സോ ഒബ്വിയസ്ലി ഇൻ അവർ നെറ്റ്വർക്കിംഗ് ഓൾസോ വി നീഡ്. അതുകൊണ്ട് AI ഈസ് എ ഫോർത്ത് തിങ് ദാറ്റ് യു നീഡ് ടു ആഡ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഫ് യു നീഡ് ടു ബി റെഡി ഫോർ എ ജോബ്, യു നീഡ് ടു ഹാവ് ഓൾ ദീസ് സ്കിൽസ്. AI വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, AI വെച്ചിട്ട് ജനറലി ഒരു ട്രാവൽ ടിക്കറ്റ് ബുക്കിങ്ങും അതും ആ സ്കില്ലൊന്നും അല്ല നമുക്ക് വേണ്ടത്. അഗൈൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു ലേൺ AI, ബട്ട് വാട്ട് ദ സ്കിൽ യു നീഡ് ഈസ് ഹൗ ക്യാൻ ഐ യൂസ് ദിസ് AI ടു ഡു ഓൾ ദിസ് സ്റ്റഫ്. നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും AI വെച്ചിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അഗൈൻ ദാറ്റ് വി വിൽ കം ഇൻ ലേറ്റർ സ്റ്റേജ് ആസ് സച്ച്. അപ്പോൾ സോ ദിസ് ഹോപ്പ്ഫുള്ളി ഹെൽപ്ഫുൾ. നമുക്കിനി ഒന്നുകൂടെ കൺഫേം ചെയ്യാം. നമ്മുടെ UI പോയിട്ട് നമുക്ക് ഇവിടെ പോയിട്ട് നമ്മുടെ EC2 ഇൻസ്റ്റൻസിൽ കയറിയിട്ട് ലെറ്റ്സ് ജസ്റ്റ് ചെക്ക് വെദർ ഇറ്റ് ഈസ് റണ്ണിങ് ഓർ നോട്ട്. EC2, go here and let's click on instances. Here it should be showing. See, this is running. The paya instance on terminated. Again, I will terminate this instance also. But you can see this particular instance, which is having the instance ID 6 ending with 62E, which was exactly what we were trying to see here, right? Ending with 62E is actually running successfully there. Okay. അപ്പോൾ ഇങ്ങനെ CLI വെച്ചിട്ട് നമുക്ക് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് വെയർ ഓട്ടോമേഷൻ കംസ് ഇൻ ടു പിക്ചർ. നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ചെയ്യാൻ പോകുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. API വെച്ചിട്ട് സെയിം സാധനം തന്നെ API വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അവിടെയാണ് കുറേയൊക്കെ നമ്മുടെ AI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ പഠിക്കുക. പക്ഷേ നോട്ട് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഇഫ് യു നീഡ് ടു ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എൻ API, ഹൗ യു യൂസ് API to spawn an instance in AWS, and further from that we will learn how to integrate all these things into the AI. അതൊക്കെ ലാസ്റ്റ് സെഷനിലേക്ക് മാത്രമേ അതൊക്കെ പറയത്തുള്ളൂ. പക്ഷേ ഇപ്പം you understand this is what there is a way we will be able to spawn instance through console as well as CLI. Hope this is helpful. See you soon in the next video.